മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, അഹങ്കാരം പണത്തെ കാണിക്കുന്നു, സംസ്കാരം കുടുംബത്തെ കാണിക്കുന്നു, സംസാരം വ്യക്തിത്വത്തെ കാണിക്കുന്നു, സംവാദം അറിവിനെ കാണിക്കുന്നു, നോട്ടം മുഖലക്ഷണത്തെ കാണിക്കുന്നു, സ്പർശനം ഉദ്ദേശത്തെ കാണിക്കുന്നു. ഭക്തരെ, സ്വയം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയാത്തവരുടെയും തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ കഴിയാത്തവരുടെയും ജീവിതം മറ്റുള്ളവരുടെ കൈകളിലെ പാവയെപ്പോലെയായിരിക്കും. എല്ലാ സ്നേഹബന്ധങ്ങളിലും ഒരു വിശ്വാസമുണ്ട്. സ്നേഹിക്കുന്നയാൾ ഒരിക്കലും വേദനിപ്പിക്കില്ലെന്നും ഒന്നിൻ്റെ പേരിലും വഞ്ചിക്കില്ലെന്നുമുള്ള വിശ്വാസം. ആ വിശ്വാസം തകർക്കപ്പെട്ടാൽ തകർന്നു പോകുന്നത് ആ ബന്ധം മാത്രമല്ല, ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു ഹൃദയം കൂടിയാണ്. മികച്ചത് തേടി ചിലർ യാത്രക്കിറങ്ങും. കിട്ടുന്നതൊന്നും മികച്ചതായി തോന്നുകയുമില്ല. കയ്യിലുള്ളതൊക്കെ തന്നെയായിരുന്നു ഏറ്റവും മികച്ചത് എന്ന് തിരിച്ചറിയുമ്പോഴേക്കും കാലം കടന്നുപോയിട്ടുണ്ടാകും. ഭക്തരെ, കടന്നുപോയ വഴികളും വന്നു ചേരുന്ന മനുഷ്യനും മറഞ്ഞുപോയ നഷ്ടങ്ങളും ഇറങ്ങിപ്പോയ സമയവും ഒക്കെ പാഠങ്ങളാണ്. ഓരോരുത്തരുടെയും ജീവിത പാഠങ്ങൾ. മറ്റൊരാളുടെ കണ്ണു നിറച്ചുകൊണ്ട് നിങ്ങൾ നേടിയെടുക്കുന്ന ഏതൊരു സന്തോഷത്തിനും അല്പായുസ്സേ കാണും. ഭക്തരെ, നിങ്ങൾ ഒരാളുമായുള്ള ബന്ധം അവസാനിപ്പിക്കുമ്പോൾ ആ വ്യക്തി ഒരിക്കലും പൂർണ്ണമായ കഥ മറ്റുള്ളവരോട് പറയാറില്ല. നിങ്ങൾ മോശവും ആ വ്യക്തി നിഷ്കളങ്കനുമായിട്ടുള്ള ഭാഗികമായ കഥ മാത്രമേ അയാൾ പറയുകയുള്ളൂ. നിങ്ങളുടെ മനസ്സ് നിറയ്ക്കാനും മനസ്സ് തകർക്കാനും പ്രിയപ്പെട്ടവരോളം പോന്ന വേറെ ആരും ഇല്ല എന്നതാണ് സത്യം. ഭക്തരെ, ആൾക്കൂട്ടത്തിൻ്റെ ഭാഗമാവാൻ ഒരു കരുത്തും ആവശ്യമില്ല. എന്നാൽ തനിച്ചു നിൽക്കാൻ എല്ലാ കരുത്തും ആവശ്യമാണ്. ഒരാളെ മറ്റൊരാളാക്കി മാറ്റാൻ കഴിവുള്ള 2 പേരുണ്ട്. 1 സാഹചര്യം, 2 അനുഭവം. ഭക്തരെ, തുടർച്ചയായി അവഗണിച്ചാൽ ഏതൊരു ദൃഢബന്ധവും പതിയെ പതിയെ നശിക്കും. കാരണം അവഗണനയ്ക്ക് നാശത്തിൻ്റെ ഭാവമാണ്. ഭക്തരെ, മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന ചിന്തയിൽ നിന്ന് ആരെന്ത് വിചാരിച്ചാലും എനിക്ക് ഒരു കുഴപ്പവുമില്ല എന്ന് ചിന്തിച്ച് തുടങ്ങുന്നിടത്ത് നിങ്ങൾ നിങ്ങൾക്കു വേണ്ടി ജീവിച്ചു തുടങ്ങും. അംഗീകരിക്കാൻ മനസ്സില്ലാത്തവരുടെ മുന്നിൽ അർഹതയ്ക്ക് കൈനീട്ടരുത്. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ പരാജയമെന്നത് മറ്റൊരാളിൽ അടിമപ്പെട്ടു പോവുക എന്നതാണ്. തെറ്റുകൾ തിരുത്താം, എന്നാൽ ചില തെറ്റിദ്ധാരണകൾ തിരുത്താൻ പ്രയാസമാണ്. ഭക്തരെ, വില കൽപ്പിക്കാത്തിടത്തേക്ക് പോകാതിരിക്കുക. കേൾക്കാൻ തയ്യാറല്ലാത്തവരെ മനസ്സിലാക്കാൻ ശ്രമിക്കരുത്. ഭക്തരെ, എല്ലാവരിൽ നിന്നും കുറച്ചകലം നല്ലതാണ്. അത് പക്ഷേ ആരെയും വേദനിപ്പിക്കാനല്ല, നിങ്ങൾ സ്വയം വേദനിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അർഹിക്കാത്തവൻ്റെ കയ്യിൽ സ്നേഹമുള്ള പെണ്ണും മൂല്യമുള്ള പൊന്നും സത്യമുള്ള മണ്ണും നിലനിൽക്കില്ല. ഭക്തരെ, ആർക്കു വേണ്ടിയും ആരെയും നഷ്ടപ്പെടുത്താതിരിക്കുക. കാരണം ആരും മറ്റൊരാൾക്ക് പകരമാവില്ല. ഭക്തരെ, നല്ല സ്വഭാവത്തിന് സൗന്ദര്യത്തിൻ്റെ കുറവ് നികത്താൻ കഴിയും. എന്നാൽ സൗന്ദര്യത്തിന് ഒരിക്കലും നല്ല സ്വഭാവത്തിന് പകരം വയ്ക്കാൻ കഴിയില്ല. സ്വന്തം മനസ്സു മാറ്റാൻ കഴിയാത്തവർക്ക് മറ്റെന്തിനേയും മാറ്റാൻ കഴിയില്ല. ഭക്തരെ, സത്യം യാത്ര തുടങ്ങും മുമ്പേ നുണ ഒരുപാട് ദൂരം യാത്ര ചെയ്തിരിക്കും. തളരാൻ തയ്യാറല്ലാത്തിടത്തോളം ആർക്കും നിങ്ങളെ തളർത്താനാവില്ല. വളരാൻ മനസ്സില്ലാത്തിടത്തോളം വളർത്താനും. ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.